നമസ്കാരം. കണ്ണൂർ വിഷൻ സെന്ററിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ പുസ്തകങ്ങളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പറങ്ക. സ്ഥലം കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ്. കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ കാര്യം പറയുകയാണ്, അതായത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പുറത്തിറങ്ങിയാൽ തന്നെ വെയിലത്ത് നിന്ന് ആൾക്കാർ ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തണലുള്ള, കാരണം പുതിയ ബസ് സ്റ്റാൻഡിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി തണലുണ്ടോ, ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് ചിത്രീകരിക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ പുസ്തകങ്ങളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വളരെ ചെറിയ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കൊരു ഫാമിലി ഇവിടെയുണ്ട്. സംഖ്യ പിടിക്കണോ? ഓക്കെ അല്ലേ? ഓക്കെ. പിടിച്ചോളൂ. പിന്നെ അമ്മയുടെ പേര് പറഞ്ഞേ. ശൈലജ. എവിടെ താമസം? എവിടെയാ? ഇരുനാവിലെ ടൗണിൽ തന്നെ. ഇരുനാവ് ടൗൺ എന്താ ശരിക്കും സ്ഥലത്തിന്റെ പേര് പറയാ? പാറപ്പുറം. ഓക്കെ. അവിടെ ഈ പാറപ്പുറം ഇരുനാവ് ഭാഗത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങൾ ഇപ്പൊ അടുത്തേതെങ്കിലും ഉത്സവം നടത്തുന്നുണ്ടോ? എവിടെയാ? പിന്നെ കരിക്കാട്ട് ഇപ്പൊ നടക്കുന്നുണ്ട്. എത്ര ദിവസം വരെ? അത് 3 ദിവസം. അവിടെ പ്രധാന തെയ്യൊക്കെ എന്താണ്? മുത്തപ്പനാണ്. അവിടെ പോയിട്ട് വരിക. ഇപ്പൊ കണ്ണാണിക്കാൻ ഒന്നടുത്തോട്ടേക്ക്. പേര് പറ. എന്റെ പ്രജീഷ്. ഭായി എന്ത് ചെയ്യുന്നു? ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. ഗ്രാഫിക് ഡിസൈനറാണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ദുബായിൽ എവിടെ? ഞാൻ അൽക്കൂസ്. കേട്ടിട്ടുണ്ടോ? ഒന്നും അറിയാൻ വേണ്ടി. അൽക്കൂസിന്റെ സ്ഥലത്താണ്. എത്ര വർഷമായിട്ട് അവിടെ? ഞാനിപ്പോ 9 വർഷമായിട്ട് അവിടെ. പിന്നെ ഗ്രാഫിക് ഡിസൈൻ ഒക്കെ അവിടെ നല്ല സ്കോപ്പാണ്. അതെ. കൂടുതലായിട്ട് എന്തിനാ വർക്ക് അവിടെ നടക്കുന്നത്? ഞാൻ അഡ്വർടൈസിങ് കമ്പനിയാണ്. അവിടെ എത്ര പേര് നിങ്ങൾ കൂടാത്ത മലയാളികളുണ്ട്? മലയാളികള് ഓൾമോസ്റ്റ് ഒരു 100 ഉണ്ടാവും. കുഴപ്പമില്ല. ഇല്ല. ഹാപ്പിയാണ്. അതെ. അപ്പം നാട്ടിലെപ്പോഴാ വന്നേ? ഞാനിപ്പോ 1 മാസമായി. വന്നു. ഭക്ഷണം കഴിച്ചാ? ഇല്ല കഴിക്കാം. പുറത്ത് ഭക്ഷണം കുറവാണ്. അപ്പം ഒരു ചായ കുടിക്കാൻ വേണ്ടി അമ്മ നോക്കിക്കഴിഞ്ഞാൽ അമ്മ കഴിക്കുക, ഞാനൊക്കെ വിത്തൗട്ട് പിന്നെ ചായ കുടിക്കുന്നത് മധുരം പറ്റാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ മധുരം പറ്റൂല. മാത്രമല്ല പരമാവധി മധുരം കുറക്കുക എന്നുള്ള ഡോക്ടർമാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് അപ്പം പിന്നെ അമ്മ എങ്ങനെ ചായ കുടിക്കുമ്പോൾ മധുരം ചേർക്കാറുണ്ടോ? മധുരം ഇട്ടിട്ടാണ് കഴിക്കുന്നത്, അല്ലാതെ കഴിക്കും? മധുരം കുറച്ചിട്ടിട്ട് കഴിക്കും. നിങ്ങൾ എങ്ങനെയാണ്? ഞാൻ മധുരം കുറവാണ്. കാരണം ഡോക്ടർ പറയുന്ന 3 വെളുത്ത സാധനങ്ങളുടെ ഉപയോഗം കുറക്കാന്ന് പറഞ്ഞു. ഒന്ന് പഞ്ചസാര, പിന്നൊന്ന് ഉപ്പ്, പിന്നൊന്ന് മൈദ. ഈ 3ന്റെ ഉപയോഗം ഇച്ചിരി കുറച്ച് നമുക്ക് ഒരുപാട് അസുഖം ഭേദപ്പെടുന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അത് ചോദിച്ചാൽ ഓക്കെ. ഇപ്പം ദുബായിൽ അവിടെയുള്ള ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ്? അവിടെ ഞാൻ വെച്ച് കഴിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട മാത്രം? അല്ല, നമ്മള് 2 പേരുണ്ട്. ഒരു ദിവസം ഒരാളെ വെച്ച് കഴിക്കും? അല്ല, അങ്ങനെയല്ല. ആരാണോ ഫസ്റ്റ് വരുന്നത് അവര് ചോറ് തന്നെയാണ് അവിടെ ഉണ്ടാക്കുന്നത്? കൂടുതലും ചോറ് തന്നെയാണ്. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമാണ്, ഉത്തരം പറയാൻ സമ്മാനമുണ്ട്. അതായത് മധുരം വേണ്ടെങ്കിൽ നമ്മൾ പറയും വിത്തൗട്ട് ഷുഗർ ടീ. പാല് വേണ്ട പറയും വിത്തൗട്ട് മിൽക്ക് ടീ എന്ന് പറയും, അല്ലേ? നമ്മളിങ്ങനെ പറയാറുണ്ട്. എന്റെ ചോദ്യമാണ്, വിത്തൗട്ട് പഴം ഏതാ? സന്തോഷം. ഇപ്പം കിട്ടുന്നില്ല. സന്തോഷം കാണാം. ഓക്കെ, താങ്ക് യു. യെസ്. അപ്പൊ നമ്മുടെ ചോദ്യം വിത്തൗട്ട് പഴം ഏത് എന്നുള്ളതാണ്. നല്ല ചൂട് ബോണ്ട കഴിക്കുമ്പോ എന്താ ടേസ്റ്റ് അല്ലേ? ചൂട് ബോണ്ട നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂട് ബോണ്ടി പിന്നെ ചൂട് ചായ ആണോ അല്ലെങ്കിൽ ജ്യൂസ് ആണോ ഓർഡർ ചെയ്തത്? കണ്ട് ഈ ചൂടിന് ഏറ്റവും നല്ല നാരങ്ങ വെള്ളമാണ്. മോന്റെ പേരെന്താ? ജിത്തു എന്താ ചെയ്യുന്നത്? വാങ്ങിച്ചോ. ഞാൻ +1 പഠിക്കുന്നു. മട്ടർ ഹൈസ്കൂളിൽ +1. അപ്പൊ ഇപ്പൊ അവിടെ പോയിട്ട് വരാ? ഇപ്പൊ നമ്മള് ഏച്ചിന്റെ കോളേജില് PT മീറ്റിംഗ് ഉണ്ടായിരുന്നു. അമ്മേന്റെ കൂടെ വന്നേ. PT മീറ്റിംഗിന് രക്ഷാക്കൾ എന്തായാലും പോകണം. ചേച്ചി എവിടെ? ചേച്ചി കോളേജിൽ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നു. അപ്പം മീറ്റിംഗ് നിങ്ങൾ വല്ലതും കാര്യം പറഞ്ഞായിരുന്നോ? രാവിലെ പോയി സമയമില്ല, പഠിക്കാൻ സമയം കിട്ടുന്നില്ല. പേരെന്താ? പേര് യമുന. അതൊരു നദിയുടെ പേരല്ലേ? നദിയുടെ പേര് കൂടിയാണ്. വേറെ ജോലിയും ചെയ്യുന്നുണ്ടോ? പിന്നെ നേരെ വീട്ടിലോട്ട്. കാരണം സമയം ആയതുകൊണ്ട് ഒരു ചെറിയൊരു ലഘു ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ ഒരു ചെറിയൊരു ചോദ്യമാണ്. അതായത് നമ്മള് ജ്യൂസിനാണെങ്കിലും ചായ ആയി കഴിഞ്ഞാലും മധുരം വേണ്ടെങ്കിൽ നമ്മൾ പറയും വിത്തൗട്ട് ജ്യൂസ്, ഇല്ലെങ്കിൽ വിത്തൗട്ട് ടീ എന്ന് പറയും, അല്ലേ? പാല് വേണ്ടെങ്കിൽ നമ്മൾ വിത്തൗട്ട് മിൽക്ക് എന്ന് പറയും. നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ ചോദ്യമാണ്, വിത്തൗട്ട് പഴം ഏതാണ്? ചക്കയല്ല. അപ്പൊ എന്തായാലും ചൂടോടെ കൊണ്ടുപോയി കാണാം. ഓക്കെ, ശരി. അപ്പൊ നമ്മള് ഇരിട്ടി മട്ടന്നൂര് ഭാഗത്തേക്ക് പോകുന്ന ബസ്സിന്റെ ഏരിയ ആണ്. ഇരിട്ടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സിന്റെ ഏരിയ നിൽക്കുകയാണ്.
അല്ല എത്ര മണിക്കാണ് നിങ്ങളുടെ ബസ് കൊണ്ടേ? എന്റെ ഞാൻ വന്നില്ല. അടുത്തോട് നിൽക്കൂ. പേര് പറഞ്ഞു. എന്റെ ജ്യോതിസ് ജ്യോതിസ്. സ്ഥലം വിളിക്കില്ല. ഇരിട്ടി ബസ് തന്നെയാണ്. അതെ അതെ. ബസ് ഇവിടെ എത്ര? അല്ല ബസ് നേരത്തെ വന്നേ 12 മണിക്ക് വന്നേ. എത്ര മണിക്ക് ഇവിടുന്ന് പോകേണ്ടത്? 2 മണിക്ക്. 2 മണിക്ക്. ഇവിടെ എത്ര മണിക്ക് എത്തി? 12:30. അപ്പം 1.5 മണിക്കൂർ വിശ്രമമുണ്ട്. ഭക്ഷണം കഴിച്ചാ? കഴിച്ചു. എപ്പോഴും ഇവിടെ കഴിക്കുന്നത്? അതെ. എന്റെ പേരെന്താ? സുമേഷ്. സുമേഷ്. എന്റെ സ്ഥലം കുളിക്കൽ. രണ്ടുപേരും അടുത്തടുത്താണ്. അയൽവാസിയാണ്. അയൽവാസിയൊന്നുമല്ല, അടുത്തടുത്താണ്. അപ്പം ഈ ബസ് നിങ്ങൾ ഫസ്റ്റ് എവിടെ നിന്ന് പുറപ്പെടുക? കണ്ണൂരിൽ നിന്ന് അങ്ങോട്ടേക്കാണ് ഇരുട്ടിൽ ഇങ്ങോട്ടാണ്? ഇരുട്ടിന്ന് ഇങ്ങോട്ട്. ഇരുട്ടിൽ നിന്ന് എത്ര മണിക്ക്? ഇരുട്ടിന്ന് 7 മണിക്ക്. രാവിലെ 7 മണിക്ക്. ഇവിടെ എത്ര മണിക്ക് എത്തും? ഇവിടെ 8:10. 1 മണിക്കൂർ 10 മിനിറ്റ്. ഭക്ഷണം കഴിച്ചു? കഞ്ഞിയാ? കഞ്ഞി കുടിച്ചു. ഇവിടെ വന്ന് നമ്മൾ അധികം നമ്മുടെ കണ്ടക്ടർമാരും ക്ലീനർമാരും ഡ്രൈവർമാർക്ക് അധികം ഇവിടെ നല്ല ചൂടോടെ കഞ്ഞിയും ചമ്മന്തി കഴിക്കുക. കാരണം നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉറക്കം വരും, അതും പ്രശ്നമാണ്. എന്തായാലും ഇപ്പൊ നമ്മള് ഈ അടുത്തുണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകാരൻ ബൈക്കിൽ ഫോണിൽ സംസാരിച്ചിട്ട് പോകുമ്പോൾ ബസ്സിന്റെ ഉള്ളിൽ പെടാതെ രക്ഷപ്പെട്ടു. വൈറലായിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കാസർഗോഡ് ഭാഗത്തുനിന്നുണ്ടായത്. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും നല്ല കാര്യം. ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ കണ്ണൂർ വിഷൻ പ്രോഗ്രാമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കോളി. ഒരു ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനമുണ്ട്, ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനമുണ്ട്. ഓക്കെ, മധുരം ഇഷ്ടമാണോ അല്ല ഇച്ചിരി ഇഷ്ടക്കുറവാണ്? ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ചായക്കൊക്കെ ഓർഡർ ചെയ്ത് നല്ല മധുരത്തോടു കൂടിയാണ് കഴിക്കുന്നത്. മധുരം കൂട്ടിത്തരാൻ പറയൂ. ഈ പാല് കൂട്ടിത്തരാൻ പറഞ്ഞ പാല് കൂട്ടിത്തരുമോ? ഇല്ല. അതെന്താ? പാലിന് പൈസ കൂടുതലാണ്. മധുരം ഇച്ചിരി കൂട്ടാന്ന് പറഞ്ഞാൽ കടുപ്പം കൂട്ടണമെന്ന് പറഞ്ഞാൽ അത് കൂട്ടും. പക്ഷേ പാലിച്ചിരി കൂട്ടാൻ പറഞ്ഞാൽ അത് കൂട്ടലാണ്. പാലിച്ചിരി പൈസ കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ്? മധുരം കൂടുതലാണ് കുറവാണ്? കൂടുതലല്ല, ഇഷ്ടമാണ്. കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതി. ഇഷ്ടമാണ്. ശരി. അപ്പൊ എന്റെ ചെറിയ ചോദ്യമാണ്. അതായത് മധുരം വേണ്ടെങ്കിൽ നമ്മൾ പറയും, അതായത് പിന്നെ വിത്തൗട്ട് ചായ വേണമെന്ന് പറയും. പാല് വേണ്ടെങ്കിൽ വിത്തൗട്ട് മിൽക്ക് ടീ എന്ന് പറയും. പിന്നെ ചോദ്യമാണ്, വിത്തൗട്ട് പഴം ഏതാണ്? അതൊരു വല്ലാത്ത ചോദ്യമായി പോയി. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. സോറി. അപ്പൊ ഓക്കെ, സന്തോഷം കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഇരിക്കാനായിട്ട് ഒരുപാട് ഇരിപ്പിടമുണ്ട്. മുകളിലുണ്ട്, താഴെയുണ്ട്. അപ്പൊ നമ്മൾ താഴെയാണ്. പേരെങ്ങനെയാ? റിജയ്. ഈ വിജയുടെ റിജയ്. സ്ഥലം എവിടെ? കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് പരപ്പനങ്ങാടി. അപ്പം കണ്ണൂർ എന്താ പരിപാടി? കണ്ണൂർ ഞാൻ ഇവിടെയാ വർക്ക് ചെയ്യുന്നത്. നാച്ചുറൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. എന്ത് പ്രോഡക്റ്റ് അത്? ബ്യൂട്ടിയാണ്. സൗന്ദര്യവർദ്ധന വസ്തുക്കളാണ്. അപ്പൊ അതിന്റെ BDM ആയിട്ട് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആയിട്ട് വന്നതാണ്. അപ്പൊ ഇന്ന് ഇവിടെ തന്നെ കാണും? ഇന്നില്ല, തിരിച്ചു പോകും. ഡ്യൂട്ടി കഴിഞ്ഞില്ല, ഒരാളും കൂടെ ഒരു മീറ്റിംഗ് ഉണ്ട് 2:30. സോ അതുകൊണ്ട് കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി വന്നാ. ശ്രമിക്കാൻ. വേറെ പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടാറില്ല. ചെറുതായിട്ട് മീറ്റിംഗ് ഒക്കെ വരുമ്പോ ഇച്ചിരി പാട്ടൊക്കെ പാടാറില്ല? ഇല്ല പാട്ട് പാടാ. വേറെന്താ ഹോബീസ്? എന്താണ് ഹോബീസ്? ഒന്നും അങ്ങനെ വലിയ ഹോബീസിനൊന്നും ടൈമില്ല. അതാണ് നമ്മൾ ഇതിലൊക്കെ പോകുന്ന സമയത്ത് ടൈം ഉണ്ടാവും. നമ്മള് ഏറ്റവും കൂടുതൽ നമ്മള് പല ജില്ലകളും പോകണ്ട. ഏതൊക്കെ നിങ്ങൾ കവർ ചെയ്യുന്ന ജില്ല? ഞാൻ പാലക്കാട് ടു കാസർഗോഡ്. ചൂടിന്റെ ഭയങ്കര സംഭവമാണ്. പാലക്കാട് ചൂടാണ്, കണ്ണൂരും ഒക്കെ ചൂടാണ്. എല്ലായിടത്തും ചൂടാണ്. ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. ചെറിയ ചോദ്യം ചോദിക്കാം. അതായത് നമ്മുടെ ഈ സാധാരണ ഈ തണുപ്പ് സമയത്ത് ബോഡി ഒന്ന് ചൂടാക്കാൻ വേണ്ടി നല്ല ചൂട് കാപ്പി, ചൂട് ചായയൊക്കെ നമ്മൾ കഴിക്കും. പക്ഷെ ഈ ചൂട് സമയത്ത് ബോഡി ഒന്ന് കൂളാക്കാൻ വേണ്ടി നമ്മൾ നാരങ്ങ വെള്ളം, അതുപോലെ തന്നെ ജ്യൂസ് കഴിക്കും. അപ്പം അത് മധുരം ഇട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്, മധുരം ഉപയോഗിക്കാതെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം മധുരം പറ്റാത്ത ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ മധുരം വേണ്ടപ്പെടുന്ന വിത്തൗട്ട് ജ്യൂസ് അത് ഒന്നും വേണ്ട, അല്ല ഐസും വേണ്ട എന്നൊക്കെ പറയും. അപ്പം എൻ്റെ ചോദ്യമാണ്, ഒരു ഫണ്ണി ചോദ്യമാണ്, വിത്തൗട്ട് പഴം ഏതാണ്? വിത്തൗട്ട് പഴം ഏതാന്ന് അറിയില്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ കഴിച്ചു കാണും, ചിലപ്പോൾ കണ്ടു കാണും, കഴിച്ചു കാണും ചിലപ്പോൾ. പഴം. ഓക്കെ. സഹോദരി, ഹലോ, എന്താ പേര്? പറയൂ. അവിടെ നിൽക്കും. മേഘയുടെ സ്ഥലം എവിടെ? അവിടെ ചില ആൾക്കാർ അപ്രതീക്ഷിതമായിട്ട് കണ്ടപ്പോ എന്തൊക്കെ ആയിപ്പോയി. അപ്പൊ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വിത്തൗട്ട് പഴം ഏത് എന്നാണ്. നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിലാണ് എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരം കിട്ടിയ അടുത്ത ആൾക്കാരെ നമുക്ക് നോക്കാം.
നമസ്കാരം. നമസ്കാരം. പേര്? ലിഷിമ. ലിഷിമ. നിങ്ങളുടെ പേര്? പ്രിയ. പ്രിയ. എവിടെ സ്ഥലം? എവിടെ? ഇവിടെ തന്നെ കണ്ണൂർ. കണ്ണൂരിൽ എവിടെ? കൊട്ടിയൂര്. കൊട്ടിയൂര് അമ്പലത്തിനടുത്ത്. അപ്പൊ ഇവിടെ ഇപ്പം കണ്ണൂർ എന്താ വന്നേ? ഇവിടെ പാർലറാണ്. ബ്യൂട്ടി പാർലർ. എന്താ പാർലറിന്റെ പേര്? ലാമപ്പ്. 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 അതിന്റെ മീനിങ് എന്താ ശരിക്കും? ലാമ് സൗന്ദര്യം കൂടുക. സൗന്ദര്യം കൂട്ടാന്നുള്ള. ഓക്കെ, ശരി, നല്ല കാര്യം. ഈ നമ്മള് സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി വെയിലത്ത് നടക്കുന്നതാണോ അല്ലെങ്കിൽ തണലത്ത് നടക്കുന്നതാണോ ഏറ്റവും നല്ലത്? തണലത്ത് നടക്കുന്ന ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് വെയിൽ ശരീരത്തിന് വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്ന് പല ആളും. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ ഇച്ചിരി വെയിൽ കൂടുതൽ നല്ലതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടെ ഓണർ നിങ്ങള് രണ്ടാണ്. അപ്പൊ ഞാൻ ചെറിയ കാര്യം ചോദിക്കണം. അതായത് ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കാനും സൗന്ദര്യം കീപ്പ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് പുരുഷന്മാർ അധികം ബ്യൂട്ടി പാർലറിലേക്ക് പോകാത്തത്? പുരുഷന്മാര് പോകുന്നുണ്ടല്ലോ. ആ, ഉണ്ട്. സ്ത്രീകളുടെ അത്രയും പോകാറുണ്ടോ? ഇല്ല, അത്രയില്ല. എന്തുകൊണ്ടത്? അപ്പൊ ഞാനൊരു ചോദ്യമാണ്. കണ്ണൂർ വിഷൻ ചാനലിന്റെ പ്രോഗ്രാമാണ്. ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം, ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനം. ചോദ്യം, മധുരം ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇവിടെ ഇഷ്ടമാണ്. അപ്പൊ മധുരം പറ്റാത്ത ആൾക്കാർ ചായ കഴിക്കാൻ വേണ്ടി പോയാൽ പറയും വിത്തൗട്ട് ഷുഗർ എന്ന് പറയും, അല്ലേ? ഇപ്പൊ മധുരം വേണ്ടാന്നർത്ഥം. അപ്പൊ ചോദ്യമാണ്, വിത്തൗട്ട് പഴം ഏതാണ്? നിങ്ങളൊക്കെ കഴിച്ചു കാണും. കഴിക്കുന്നതാ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറില്ല. ഇതങ്ങനെ ഫ്രൂട്ട്സ് കടയിലൊന്നും അങ്ങനെ വിൽക്കുന്നതായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. മാമ്പഴം. അറിയില്ല. അപ്പൊ ഓക്കെ, താങ്ക്സ്. ഓക്കെ. ഹലോ ഹലോ, ഞാൻ പറഞ്ഞോ? ഭയങ്കര ഇതെന്തും അറിയുമായും പുള്ളിക്കാരൻ മൊബൈലിങ്ങനെ നോക്കിയിട്ട് ഇതൊന്നും സാധനമില്ല. ഹലോ പറഞ്ഞോ, എത്ര മണിക്ക് ബസ് പോകുന്ന ചോദിച്ചു വരും. ഓക്കെ. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം വിത്തൗട്ട് പഴം ഏത് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ടീമോട് ചോദിക്കാം. ഓക്കെ, ഇവിടെ കാര്യമായിട്ട് എന്തോ കാര്യമായിട്ട് സെർച്ച് ചെയ്യണം. ഹലോ, എന്താ പേര്? റാഫി. എവിടെ സ്ഥലം? ഇരിക്കൂർ. ഇരിക്കൂർ ടൗണിൽ തന്നെയാണ്. എവിടെയാ? പെരുവഴുത്തോറും. ഇപ്പൊ അവിടത്തേക്ക് പോകാൻ ഇരിക്കുകയാണോ? ഡ്യൂട്ടി കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. പഠിക്കുന്ന എവിടെയാ? അപ്പം എത്ര മണി ക്ലാസ് കഴിയും സാധാരണ? 1 മണി. പിന്നെ വീട്ടിലോട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് എത്ര മണിയാവും? 1.5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 3 മണിയോളം ആവും. അപ്പം ഫുഡ് എവിടെന്നാ? വീട്ടിൽ പോയിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യമാണ്. എൻ്റെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രോഗ്രാമാണ്. ഉത്തരം പറഞ്ഞാൽ 2 സമ്മാനമുണ്ട്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനമുണ്ട്, ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനമുണ്ട്. ചെറിയ ചോദ്യം, അതായത് മധുരം ഇഷ്ടമാണോ അല്ലയോ? നല്ല മധുരമാണോ ഇഷ്ടം, അല്ല ഒരു മിനിമത്തിലുള്ള മിനിമം? അത് നമ്മളിപ്പം നമ്മൾ എന്തെങ്കിലും വേണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഭക്ഷണത്തെ നമ്മൾ എന്തെങ്കിലും ടേസ്റ്റിന് എന്തെങ്കിലും നമുക്ക് ഉപ്പ് വേണ്ടെങ്കിൽ നമ്മൾ പറയും, പിന്നെ നമ്മുടെ ഒരു ലെമൺ ജ്യൂസ് കഴിക്കുകയാണ്, ഉപ്പ് വേണ്ടെങ്കിൽ നമ്മൾ പറയും വിത്തൗട്ട് ഉപ്പിനെന്താ പറയുക, സാൾട്ട്. യെസ്, വിത്തൗട്ട് സോൾട്ട് എന്ന് പറയും. മധുരം വേണ്ട പറയും വിത്തൗട്ട് ഷുഗർ എന്ന് പറയും. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞ് കഴിക്കുന്നത്. ഇപ്പം ചോദ്യമാണ്, വിത്തൗട്ട് പഴം ഏതാണ്? നിങ്ങളൊക്കെ കഴിച്ചു കാണും, നിങ്ങളൊക്കെ കണ്ടും കാണും. വിത്തൗട്ട് പഴം ഇവിടെ അറിയില്ല. എല്ലാം കേട്ടുകൊണ്ട് ഒരാൾ ഇരിപ്പുണ്ട്. ഞാൻ പറയാം. ചേട്ടന്റെ പേര് പറഞ്ഞേ. രാകേഷ് ആണോ രാജേഷ് ആണോ? ഗൗരിയുടെ ഗ അല്ലേ? രാകേഷ്. ഇനീഷ് എന്താണ്? എന്താണ് PP? പുതിയ പുരയിൽ രാകേഷ്. സ്വന്തം സ്ഥലം? ശ്രീകണ്ഠപുരം. ശ്രീകണ്ഠപുരത്ത് എവിടെ? ശ്രീകണ്ഠപുരത്ത് കോട്ടൂര്. ഒന്ന് എഴുന്നേറ്റ് വരും. ശ്രീകണ്ഠപുരം കോട്ടൂര്. അവിടെ കോട്ടൂര്, ഈ കോട്ടൂര് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ നമ്മുടെ ഈ കോട്ടൂര എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു പണ്ടത്തെ. കോട്ടൂരാൻ കോട്ടൂരാന്റെ സംഭവം പറഞ്ഞ പോലെ. ഇപ്പൊ ജോലി എന്താ ചെയ്യുന്നത്? ഫർണിച്ചർ വർക്ക്ഷോപ്പ്. എവിടെ? അവിടെ തന്നെ കോട്ടൂര്. എന്താ അതിന്റെ പേര്? രാഗിണി ഫർണിച്ചർ. ഒരു എത്ര വർഷമായിട്ട് അവിടെ?
അത് അച്ഛൻ്റെ കാലം മുതൽ കുറേ ഒരുപാട് വർഷം 10-40 വർഷം പാരമ്പര്യമായിട്ടുള്ള സംഭവം. അതെ അതെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ വരുമ്പോ അവിടെ ഷോപ്പിലാരുണ്ടാവും അവിടെ? അവിടെ പണിക്കാരുണ്ട്. പണിക്കാർ മലയാളിയാണോ ഹിന്ദിക്കാരോ? മലയാളി. മലയാളം. ഹിന്ദിക്കാരില്ല. ഇല്ല 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 അതൊണ്ടല്ലാത്തത്. ഇല്ല നമ്മളെ ഈ പണ്ട് നമ്മുടെ ബന്ധുക്കൾ തന്നെ അവിടെ പോയിട്ട് വരിക. എവിടെ കണ്ടു ആവശ്യം. ഭക്ഷണം കഴിച്ചോ? ഇല്ല കഴിച്ചില്ല. എന്തുകൊണ്ട് കഴിച്ചില്ല? ഇല്ല ഇല്ല ഇനി നാട്ടിൽ പോയി ജയിക്കാൻ. ശ്രീകണ്ഠാപുരം എത്തണമെങ്കിൽ ചുരുങ്ങിയത് എത്ര ടൈമാണ് ഇവിടുന്ന്? ഇവിടുന്ന് 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ വേണം. ഇപ്പൊ സമയത്ത് സമയം ഏതാണ്ട് സമയം അതായത് 1 മണി കഴിഞ്ഞു. 1 മണി കഴിഞ്ഞു. എന്തായാലും പിന്നെ ഇവിടുന്ന് വീട്ടിലോട്ട് എത്തണ്ടെങ്കിൽ ഏതാണ്ട് 1.5 മണിക്കൂർ ടൈം എടുക്കും. ബസ് കയറി ഇരുന്നാൽ മാത്രം 1.5 മണിക്കൂർ. അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ ലഘുവായിട്ട് വല്ലതും കഴിച്ചോ? കഴിച്ചു. എന്താ കഴിച്ചേ? ജ്യൂസ് കുടിച്ചു. എന്ത് ജ്യൂസ്? ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് ഐസ് ഇട്ട് ഓറഞ്ച് ജ്യൂസ് ആണോ? കൂളിലുള്ളതാണോ കൂളില്ലാത്തതാണോ? കൂളിംഗ്. കൂളിംഗ് ആണ്. കാരണം കുറച്ച് തണുക്കാൻ വേണ്ടി. അതെ അതെ. മധുരം കുറവുള്ളതാണോ അല്ലെങ്കിൽ അതായത് പിന്നെ മീഡിയം അല്ലെങ്കിൽ ഓറഞ്ചിന്റെ ഒറിജിനൽ അല്ല, അതിൽ പഞ്ചസാര ഇട്ടിട്ടാണ്. അതെ അതെ അതെ. മധുരം ഇഷ്ടമുള്ള ആളാണ്, പഞ്ചാര പ്രിയനാണ്. പ്രിയനൊന്നല്ല, നോർമലി കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ചു. ശരി. അപ്പൊ ചെറിയ ചോദ്യമാണ്. അതായത് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനമുണ്ട്, ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യം നമ്മൾ മധുരം വേണ്ടെങ്കിൽ പറയും വിത്തൗട്ട് ഷുഗർ ടീ, അല്ലെങ്കിൽ വിത്തൗട്ട് ഷുഗർ കട്ടൻ ചായ, അല്ലെങ്കിൽ വിത്തൗട്ട് മിൽക്ക് മറ്റേ നമുക്ക് പാല് വേണ്ടെങ്കിൽ വിത്തൗട്ട് മിൽക്ക് ടീ എന്നൊക്കെ പറയും. അതായത് കട്ടൻ ചായക്ക് പറയും. ചെറിയ ചോദ്യമാണ്, വിത്തൗട്ട് പഴം ഏതാണ്? കശുമാങ്ങിയ. കശുമാങ്ങിയ. കശുമാങ്ങിയ വിത്തൗട്ട്. അതാ എന്റെ ചോദ്യം. വിത്തൗട്ട് പഴം ഏത്? വിത്തൗട്ട് പഴം. ആ, ഈ പഴം അധികം നമ്മൾ ഫ്രൂട്ട്സ് കടയിലൊന്നും ഇങ്ങനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവെക്കാറില്ല. ഇന്നവരെ ഞാൻ കണ്ടിട്ടില്ല ഒരു ഫ്രൂട്ട്സ് കടയിലും ഈ ഒരു വിത്തൗട്ട് പഴം കച്ചവടത്തായിട്ട് കൊണ്ടുവച്ചത്. പക്ഷെ ഇതിന്റെ വിത്തിന്റെ ഉള്ളിലുള്ള സാധനമൊക്കെ നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. വിത്ത് ഔട്ട് പഴം. വിത്തിന്റെ ഉള്ളിലുള്ള അല്ല, അതാ ഞാൻ കശുമാങ്ങിയല്ലേ. കശുമാങ്ങ ആണെന്ന് പറയാൻ കാരണം എന്താ? വിത്തൗട്ട് വിത്ത് പുറത്ത്, വിത്ത് പുറത്തായിട്ട് ആണ്. അങ്ങനെ ഒരു പഴയേ ഉള്ളൂ. അത് എവിടെയെങ്കിലും ഫ്രൂട്ട്സ് കട കിട്ടുമോ? അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ കാണുന്നില്ല. അങ്ങനെ തേടിയ വള്ളി കഴുത്തി ചുറ്റി പിടിച്ചിരിക്കുകയാണ്. അതായത് വിത്തൗട്ട് പഴം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ ലോകത്ത് ഒരു പഴമേ ഉള്ളൂ, വിത്തൗട്ട് പഴം. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് ഈ സമയത്തൊക്കെ നന്നായിട്ട് വരും. അത് ഒരു ഫ്രൂട്ട്സ് കടയിലും ഇങ്ങനെ കിലോയ്ക്ക് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങൾ വിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഉത്തരം കശുമാങ്ങയാണ്. നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ അണ്ടിയും കയ്യും മാങ്ങയെന്ന് പറയും. അതിൻ്റെ വിത്ത്, അതായത് കശുമാങ്ങയുടെ വിത്ത് ഔട്ടിലാണ്, പുറത്താണ്. അപ്പം വിത്ത് ഔട്ടായിട്ടുള്ള പഴമാണ് കശുമാങ്ങ. മധുരത്തിൻ്റെ കാര്യമൊക്കെ ആൾക്കാർ വഴിതെറ്റിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നുള്ളൂ. അതായത് നേരെ ചോദിച്ചാൽ വിത്തൗട്ട് പഴം അത് കശുമാങ്ങയാണ്. അതിൻ്റെ കശുമാങ്ങയുടെ വിത്ത്, അതിൻ്റെ അണ്ടി പുറത്താണ്. ഓക്കെ. അപ്പം പേരെന്താ പറഞ്ഞ്? രാകേഷ്. രാകേഷ്. രാകേഷ് രാകേഷ് ഭായ്, ശ്രീകണ്ഠാപുരം, കോട്ടൂര്. ഓക്കെ. അപ്പോൾ അദ്ദേഹം സമ്മാനം നൽകുകയാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം, ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനം. അപ്പോൾ സവാരി കണ്ണൂർ വന്നിട്ട് ഒന്നും കൊണ്ടുപോയിട്ടെന്ന് പറയണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. കാണാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മധുരം അത് ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. കഴിക്കാം, അതൊരു ലിമിറ്റ് വെച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഗുണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തായാലും മധുരം ഉണ്ടെങ്കിലും മധുരമില്ലെങ്കിലും വിത്ത് ഔട്ടായിട്ടുള്ള പഴം ഒറ്റ ഒന്നേ ഉള്ളൂ, അതാണ് കശുമാങ്ങ. ഓക്കെ, അതിൻ്റെ വിത്ത് പുറത്താണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തേട്ട പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യം, പുതിയ മൂളായിട്ട് വീണ്ടും കാണാം. മൊബൈൽ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്തായി കഴിഞ്ഞാലും അതിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ അതാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാണ്. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ. ഗുഡ് ബൈ.